ബദ്രി തൻ്റെ മുന്നിൽ കണ്ണടച്ചു നിൽക്കുന്ന അച്ചുവിനെ ഇമ ചിമ്മാതെ നോക്കി. ചെറു പുഞ്ചിരിയോടെ അവളുടെ കണ്ണു തുറന്നു പിടിച്ച് മെല്ലെ ഊതി. അച്ചു ഒരു പെടച്ചിലോടെ അവൻ്റെ കയ്യിൽ പിടിച്ചു മുറുക്കി. അവൾ ഒന്നുകൂടി നോക്കി. ഇപ്പം മാറിയോ? കാറ്റുപോലെ അവൻ്റെ ശബ്ദം അവരുടെ വലങ്കാലിനെ പൊതിഞ്ഞു. അച്ചു മെല്ലെ കണ്ണു തുറന്നു. ആദ്യ നോട്ടം എത്തിയത് അവൻ്റെ തിളങ്ങുന്ന കണ്ണുകളിലേക്കാണ്. ആ കണ്ണുകൾ തൻ്റെ മുഖമാകെ അലഞ്ഞു നടക്കുന്നത് കണ്ട് അവരുടെ ഉള്ളം വിറച്ചു. അവൻ്റെ കൈകൾ അപ്പോഴും തൻ്റെ കവിളുകളിലാണ്. തൻ്റെ കൈകൾ അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചിട്ടുണ്ട് എന്ന് കണ്ടതും അച്ചു പിടച്ചിലോടെ അവനിൽ നിന്ന് അകന്നു മാറി. ബദ്രി അവളെ നോക്കി ഒന്ന് ചിരിച്ചു. മങ്ങിയ ചിരി. അവൾ മുഖത്തേക്ക് പാറി വീണ മുടികളെ മാടി ഒതുക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ബദ്രി ദീർഘനിശ്വാസത്തോടെ അവൾ പോകുന്നത് നോക്കിയിരുന്നു. ഇച്ചുക്ക, കുൽസുനെ നോക്കണേ. അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് കേട്ട് ഇച്ചു ടി വിയിൽ നിന്ന് മുഖം ചെരിച്ച് റൂമിൻ്റെ വാതിൽക്കലേക്കൊന്നു നോക്കി. നോക്കുമ്പോഴതാ വാതിലിൽ പിടിച്ച് എണീറ്റ് നിൽക്കുന്നു കുൽസുപെണ്ണ്. അവൻ കണ്ണുകൾ വിടർത്തി കുറുമ്പിക്കരികിലേക്ക് ഓടി. പാ. അവൻ വരുന്നത് കണ്ട് മോള് വാതിലിൽ നിന്ന് പിടിവിട്ട് അവരെ നേരെ കൈ നീട്ടി. പെട്ടെന്ന് ബാലൻസ് കിട്ടാതെ നിലത്തേക്ക് തന്നെ ഇരുന്നു. ഇച്ചു പെണ്ണിനെ ചെന്ന് വാരിയെടുത്തു. ഉപ്പച്ചിയുടെ വാവച്ചി വീഴൂലേ? അവൻ മോളെ താഴെ നിർത്തി അവരുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നു. അവൻ നീട്ടിയ വിരലിൽ കുഞ്ഞിക്കൈകൾ പിടിച്ചു മുറുക്കി. കുഞ്ഞു പാദം മെല്ലെ ചുവട് വെച്ചു. വീഴാൻ പോകുമ്പോൾ ഇച്ചു അവളെ പിടിക്കുന്നുണ്ട്. അയ്യോടാ! ഇച്ചു ആ കുറുമ്പിയെ നോക്കി ചുണ്ടുകൊണ്ട് ഒരു ഉമ്മ കൊടുത്തതും തെന്നി തെന്നി വന്നവൾ അവൻ്റെ മേലേക്ക് ചാഞ്ഞു. ഉപ്പച്ചിയുടെ ചക്കര! അവൻ മോളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് എഴുന്നേറ്റു. അപ്പോഴാണ് അവൻ കുഞ്ഞിൻ്റെ കാത് ശ്രദ്ധിക്കുന്നത്. ചെറുതായി ചുവന്നിരിക്കുന്നു. ഇന്നലെ നൈഷു വാശി പിടിച്ചുകൊണ്ട് പോയതാണ് കാത് കുത്തിക്കണമെന്ന് പറഞ്ഞ്. കുഞ്ഞ് കരയണ കണ്ടപ്പോഴേ ദേഷ്യം വന്നതിന് കൈയും കണക്കുമില്ല. എടി നൈഷു! അവൻ ഉറക്കെ വിളിച്ചു. എന്തായിക്ക? അടുക്കളയിൽ നിന്ന് മറുപടി എത്തി. രാത്രിയിലേക്കുള്ള ചപ്പാത്തി മാവ് കുഴക്കുമായിരുന്നു അവള്. ഇച്ചു മോളെയും കൊണ്ട് അങ്ങോട്ട് ചെന്നു. കണ്ടോടി, എൻ്റെ മോളുടെ ചെവി ചുവന്നിരിക്കുന്നു. നൈഷു മോളുടെ കാതിലേക്ക് നോക്കി. അത് അവളുടെ ചെവി അങ്ങനെ തന്നെയാണ്, ചുവന്നിട്ട്. എന്നിട്ടാണോ അവൾ കാതിൽ തൊടാൻ സമ്മതിക്കാത്തത്? നിനക്കിട്ടൊന്ന് തരണം. അവൻ കൈമടക്കി അവളെ തല്ലാനാഞ്ഞു. നൈഷു ചുണ്ടുപൊട്ടിക്കണ്ട് ജോലിയിലേക്ക് തിരിഞ്ഞു. ഇച്ചു അവളുടെ ഇടുപ്പിൽ ഒന്ന് പിച്ചി. ആ, എന്താ നിങ്ങൾക്ക്? അവൾ മുഖം ചുളിച്ചുകൊണ്ട് ചോദിച്ചു. അവനൊന്ന് കണ്ണിറുക്കി കാണിച്ചു. പിന്നെ നാളെ നമുക്ക് അച്ചുനെ കാണാൻ പോകാം കേട്ടോ. വൈകിട്ട് പോകാം. ഞാൻ വരുമ്പോഴേക്കും നീ റെഡിയായി നിന്നോ. ഞാനിതങ്ങോട്ട് പറയാൻ നിൽക്കുമായിരുന്നു, നൈഷു ജോലിക്കിടയിൽ പറഞ്ഞു. അവനൊന്ന് മൂളി. അപ്പോഴേക്കും കുൽസു താഴെ ഇറങ്ങാൻ ബഹളം വയ്ക്കാൻ തുടങ്ങി. ഉമ്മറത്തെ ചാരുപടിയിൽ മലർന്നു കിടക്കുകയായിരുന്നു ബദ്രി. പുറത്ത് നല്ല ഇരുട്ടാണ്. ഉറങ്ങാൻ കഴിയുന്നില്ല. എന്തിനെയോ തേടി ഉറക്കം യാത്രയായതാവാം. മച്ചിലേക്ക് നോക്കി അങ്ങനെ കിടന്നു. എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി. റൂമിൽ നിന്ന് പാറുക്കുട്ടിയുടെ കരച്ചിൽ കേട്ടു. പാല് കൊടുക്കാൻ അച്ചു കൊണ്ടുപോയതാണ്. അവൻ എഴുന്നേറ്റ് അവൾ കിടക്കുന്ന റൂമിലേക്ക് ചെന്നു. അച്ചു കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മോളെ, ഞാൻ ഉറക്കാം, അവൻ പറഞ്ഞു. വേണ്ട, ഞാൻ. അവളുടെ ശബ്ദം നേർത്തു പോയിരുന്നു. കുഞ്ഞു ബദ്രിയെ കണ്ടതും അവൻ്റെ നേരെ ചാഞ്ഞുകൊണ്ട് കരഞ്ഞു. അച്ചയുടെ പാറുക്കുട്ടിയെ! സ്നേഹത്തോടെയുള്ള ആ വിളി കേട്ടതും കുഞ്ഞി പെണ്ണിൻ്റെ കരച്ചിൽ നേർത്തു വന്നു. അവൻ കുഞ്ഞിനെ എടുത്തതും അവൾ അവൻ്റെ മേലേക്ക് ചാഞ്ഞു കിടന്നു. അച്ചു നോക്കിക്കാണുകയായിരുന്നു ആ അച്ഛനെയും മകളെയും. ബദ്രിയോട് പാറുക്കുട്ടി അത്രത്തോളം അടുപ്പമാണ്. വിശപ്പ് മാറ്റാൻ മാത്രം മതി അവൾക്ക് അമ്മയെ. ഇത്രനാളും ഞാനല്ലേ ഉറക്കിയത്. രണ്ടുപേരെയും ഞാനല്ലേ ഉറക്കിയത്. അതാണ്. പതിയെ മാറിക്കോളും. അവരുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ പറഞ്ഞു. അച്ചു തല താഴ്ത്തി നിന്നു. കിടന്നോ, അച്ചുവിനോട് പറഞ്ഞവൻ റൂമിൽ നിന്നിറങ്ങി. അവർക്കൊപ്പം പോകാൻ അവളുടെ ഉള്ളം തുടിച്ചു. പുറത്തുനിന്ന് ബദ്രി പാടുന്നത് കേട്ടു. വേഗം ഉമ്മറത്തേക്ക് ചെന്നു നോക്കി. തിണ്ണയ്ക്ക് പുറകിലെ തൂണിൽ ചാരിയിരുന്ന് മോളെ പാടി ഉറക്കുവാണ് ബദ്രി. അവൾ വാതിൽക്കൽ നിന്നു. അവൻ്റെ പാട്ട് കേട്ട് അറിയാതെ ചിരി വന്നു. അത് കൃത്യമായി ബദ്രി കണ്ടിരുന്നു. എന്തേ? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. ഒന്ന് മൂളിക്കൊണ്ട് അവൾ വാതിലിൻ്റെ മറവിലേക്ക് നിന്നു. എൻ്റെ പാട്ട് കേൾക്കാതെ ഉറങ്ങില്ലായിരുന്നു, എന്നിട്ടിപ്പോൾ ചിരിക്കുന്നു. കുസൃതിരിഞ്ഞ അവൻ്റെ ശബ്ദം കാതിലേക്കെത്തി. മുഖം താഴ്ത്തി അവൾ മെല്ലെ വാതിലിൻ്റെ മറവിലേക്ക് നിന്നു. ബദ്രി മറഞ്ഞു നിൽക്കുന്നവളെ നോക്കി പുഞ്ചിരിച്ചു. പാറുക്കുട്ടി ഉറക്കം പിടിച്ചിരുന്നു. പോയി കിടന്നോളൂ, ക്ഷീണം കാണും. മോളെ എൻ്റെ അടുത്ത് കിടത്തിക്കൊള്ളാം. ബദ്രി കുഞ്ഞിനെയും എടുത്ത് മുകളിലേക്ക് നടന്നു. അച്ചു എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. ഇന്നലെ ദേവകിയമ്മ ഉണ്ടായിരുന്നു കൂട്ടിന്. ഇന്ന് ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരുമോ? അവൾ ആലോചിച്ചു. പിന്നെ മടിയോടെ ബദ്രിയുടെ പുറകെ ചെന്നു. പാറുക്കുട്ടിയെ ബെഡിൽ കിടത്തുകയായിരുന്നു ബദ്രി. വാതിൽക്കൽ അനക്കം കേട്ട് അങ്ങോട്ട് നോക്കി. അകത്തേക്ക് കയറാതെ അവനെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു അച്ചു. എന്തുപറ്റി? ബദ്രി ആദ്യോടെ അവൾക്കരികിലേക്ക് ചെന്നു. കട്ടിലപ്പടിയിൽ മുറുകി പിടിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി. ആ മുഖത്തെ ദയനീയത കണ്ട് ഉള്ളം നൊന്തു. എന്താ അച്ചു? അത്രമേൽ സ്നേഹത്തോടെ അവൻ വിളിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കാണെ നെഞ്ചിനുള്ളിൽ ഒരു ഭാരം തോന്നി.
ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ. പറയുമ്പോൾ ആ ചുണ്ടറിയാതെ വിതുമ്പിപ്പോയി. ഒറ്റയ്ക്കല്ല, ഞാനുണ്ട് എന്ന് പറഞ്ഞ് നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാൻ അവൻ്റെ ഹൃദയം വെമ്പി. അവൻ അലിവോടെ അവളെ നോക്കി. പിന്നെ വാതിൽക്കലിൽ നിന്ന് മാറിക്കൊടുത്തു. ഒന്ന് മടിച്ചിട്ടാണേലും അച്ചു അകത്തേക്ക് കയറി. അവൾ മടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ ബദ്രി ഓർത്തു, അവൻ്റെ അച്ചു അവളിൽ ഒരു തരി പോലും ഇല്ലെന്ന്. കിടന്നോ? അവൻ പതിയെ പറഞ്ഞു. അച്ചു അവനെ നോക്കി. ബദ്രി പാറുവിനെ എടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ഹെഡ് ബോർഡിൽ ചാരിയിരുന്നു. ഒന്ന് കട്ടിൽ കയറി ചുമരിനോട് ചേർന്ന് കിടന്നു. പിന്നെ ആ റൂം മുഴുവൻ കണ്ണോടിച്ചു. വെള്ള നിറമുള്ള പെയിൻ്റ് അടിച്ച ചുവരിൽ നിറയെ കളർ ചോക്ക് കൊണ്ടും കൺമഷി കൊണ്ടും കുത്തിവരച്ചും ഓരോന്ന് എഴുതിയും വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. അവൾ ചുവരിലേക്ക് സൂക്ഷിച്ചു നോക്കി. അച്ചുവിൻ്റെ കിണ്ണൻ ചുമരിൽ പലയിടത്തും എഴുതിയിട്ടുണ്ട്. കണ്ണിൽ നിന്നും ഒഴുകി വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് ബദ്രിയെ നോക്കി. പാറക്കുട്ടിയുടെ പുറത്ത് തലോടിക്കൊണ്ട് എന്തോ ആലോചിച്ചിരിക്കുവാണ്. അവരെ നോക്കി അങ്ങനെ കിടന്നു. ബദ്രി നോക്കുമ്പോൾ അച്ചു ഉറങ്ങിയിരുന്നു. എത്ര നാളുകൾക്ക് ശേഷമാണ് അവൾ ഈ റൂമിൽ. ഇന്ന് പക്ഷേ അപരിചിതരെ പോലെ. അവൻ മോളെ ബെഡിലേക്ക് കിടത്തി അച്ചുവിനെ നോക്കി കിടന്നു. ഇനിയും എത്ര നാൾ കാത്തിരിക്കണം? അലസമായി മുഖത്തേക്ക് വീണ് കിടന്ന അവളുടെ മുടിഴികളെ അവൻ കയ്യെത്തി മാടി ഒതുക്കി. മിനുസമാർന്ന കവിളിൽ കൈവച്ചു. നെറ്റിയിൽ മൃദുവായി ഒന്ന് ചുംബിച്ചു. മനസ്സിനെ അടക്കി നിർത്താൻ കഴിയാതെ തൻ്റേതാണെന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് ഒരു ചുംബനം. മുന്നേക്ക് ഉമ്മ ചോദിച്ചു വാങ്ങുമായിരുന്നു. അവൻ ചിരിയോടെ ഓർത്തു. ഉറങ്ങും പോലെ കിടക്കാൻ അച്ചു നന്നേ പാടുപെട്ടിരുന്നു. അവൻ്റെ സ്നേഹം അവളെ വല്ലാതെ ഇല്ലാതാക്കും പോലെ. മനസ്സ് അവനിലേക്ക് ഒരു ഉപാധിയും കൂടാതെ ചാഞ്ഞു പോകുന്നു. എന്തൊരു സ്നേഹമാണിത്! ശരിക്കും വല്ലാത്തൊരു മായാജാലം. എന്നോടാണോ ഈ സ്നേഹം? എന്നിൽ എന്നോ കയറിക്കൂടിയ ആ ഭ്രാന്തിനോടല്ലേ ഇദ്ദേഹത്തിൻ്റെ സ്നേഹം? പാറുക്കുട്ടിയുടെ അമ്മയോടല്ലേ ഈ സ്നേഹം? അവൾ ബെഡ്ഷീറ്റിൽ മുറുകെ പിടിച്ച് കണ്ണുകൾ ഇറുക്കിയടച്ചു. എനിക്ക് വേണ്ട, ദേഷിച്ചുകൊണ്ട് ഹരി മുഖം തിരിച്ചു. നയന കയ്യിലെ കഞ്ഞിപ്പാത്രം ടേബിളിൽ വെച്ചുകൊണ്ട് അവനെ നോക്കി. എന്തിനാണ് ഹരി വാശി പിടിക്കുന്നത്? നയന പ്ലീസ്. അവനെ വേദനയോടെ നോക്കി. ശരീരം അനങ്ങുമ്പോൾ നട്ടലിലൂടെ ഒരു വേദന പ്രവഹിക്കാറുണ്ട്, അസഹ്യമായ വേദന. അതിൻ്റെ ദേഷ്യവും വേദനയും ഇടക്ക് വാക്കുകളിലൂടെ ഹരി പ്രകടിപ്പിക്കാറുണ്ട്. എന്തൊരു വാശിയാണ് ഹരി! കൃത്യമായി മരുന്ന് കഴിക്കില്ല, ഭക്ഷണം കഴിക്കില്ല. എല്ലാം ആയാലല്ലേ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് കാര്യമുള്ളൂ. അവൾ സമാധാനത്തോടെ ചോദിച്ചു. നിനക്ക് പറ്റില്ലേ പൊക്കോ. അല്ലേലും ആരോഗ്യമില്ലാതെ എനിക്കിനി എന്തിനാണ് ട്രീറ്റ്മെൻറ്റ്? എൻ്റെ ജോലിയും പോകും എനിക്കിനി. തലയണിയിൽ തലയിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു നിർത്തി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. എണീറ്റിട്ട് അനിയോട് പ്രതികാരം ചെയ്യാൻ പോകണ്ടേ? തെല്ലും പുച്ഛത്തോടെ അവൾ ചോദിച്ചു. അവനൊന്നും മിണ്ടാതെ കിടന്നു. സഹതാപമാണ് ഹരി എനിക്ക് തോന്നുന്നത്. എൻ്റെ കുഞ്ഞ് ഇതൊന്നും കണ്ടു പഠിക്കരുത്, അതാ എൻ്റെ പ്രാർത്ഥന. അവളുടെ വാക്കുകളിൽ ദേഷ്യം ഒളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നിന്നെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അനിയനാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട അച്ഛൻ തന്നെയല്ലേ തമ്മിൽ തല്ലിക്കാൻ മുന്നിൽ നിന്നത്. എന്നിട്ടിപ്പോൾ മകൻ ഒരിടത്ത് അനങ്ങാൻ വയ്യാതെ കിടക്കുന്നു, മറുവശത്ത് അച്ഛനും. കൊള്ളാം. പുച്ഛത്തോടെ അവൾ പറയുന്നത് കേട്ട് ഹരി കണ്ണുകൾ ഇറുക്കിയടച്ചു. ഒന്നിനില്ലാതെ ഒതുങ്ങി നടന്നവൻ്റെ പുറകെ ചെന്ന് അടി ഇരന്നു വാങ്ങിയതല്ലേ. പോരാത്തിന് എന്തിൻ്റെ കൂടെ ഇന്ന് മറ്റാരെക്കാളും സ്നേഹിക്കുന്ന സ്വന്തം അച്ഛനെ വരെ കൊല്ലാൻ നോക്കിയില്ലേ? നായന! നെഞ്ചിലൊരു പ്രഹരമേറ്റതുപോലെ അവൻ പിടഞ്ഞു. നീ ഒന്നും പറയണ്ട. ഡോക്ടർ പറഞ്ഞു ഭക്ഷണത്തിൽ നിന്നുമാണ് അച്ഛൻ അങ്ങനെ പറ്റിയതെന്ന്. അമ്മ പറഞ്ഞു നീ അച്ഛൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷമാണ് ടേബിളിലിരുന്ന് ചോറ് എടുത്തു കൊടുത്തതെന്ന്. നിന്റെ മുഖത്തെ പരിഭവം കണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിച്ചുവല്ല. ബദ്രിയെ എവിടെ എത്തിക്കാൻ? ബാക്കി പറയാതെ അവൻ അവളെ നോക്കി. അവനെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി അവൾ ഇറങ്ങിപ്പോയി. അപ്പൂ, ചോറെടുത്ത് വെക്കേ. റൂമിലേക്ക് കയറും മുന്നേ ബദ്രി ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഹെഡ്സെറ്റും വെച്ച് പാട്ട് കേൾക്കുന്ന അപ്പു ഉണ്ടോ? അത് കേൾക്കുന്നു. കേൾക്കാൻ കാത്തു നിന്ന പോലെ അച്ചു അടുക്കളയിലേക്ക് പോയി. ഉണ്ടാക്കി വെച്ചതെല്ലാം ടേബിളിൽ നിരത്തി. ബദ്രി വിയർപ്പായ ഷർട്ട് അഴിച്ച് റൂമിൻ്റെ മൂലക്കിലേക്ക് എറിഞ്ഞു. ഷെൽഫിൽ നിന്ന് വേറെ ഷർട്ട് എടുക്കാൻ നോക്കിയപ്പോൾ അതിശയിച്ചു പോയി. കുത്തി നിറച്ച് വെച്ചിരുന്ന ഷർട്ടും മുണ്ടും എല്ലാം അടുക്കി വെച്ചിരിക്കുന്നു. അവനൊരു പച്ച ഷർട്ട് എടുത്തിട്ടു. ഒപ്പം അതിനോട് ചേർന്ന കറയുള്ള മുണ്ടും. ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചിരിക്കുന്നു. പാറുക്കുട്ടി ബെഡിൽ കിടന്ന് നല്ല ഉറക്കാണ്. അവൻ മോൾക്കടുത്ത് ചെന്നിരുന്നു. കണ്ണും പുരികമൊക്കെ എഴുതിയിട്ടുണ്ട്. ഉണ്ടക്കവിളിൽ ഒരു കറുത്ത കുത്തുമുണ്ട്. ചുണ്ടു നനഞ്ഞുകൊണ്ടാണ് കിടപ്പ്. അവൻ അവളുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. പാലിൻ്റെയും ബേബി പൗഡറിൻ്റെയും ഗന്ധം ചുരുട്ടിപ്പിടിച്ച കുഞ്ഞിക്കൈ ചുണ്ടോട് ചേർത്ത് വെച്ചു. പിന്നെ താഴേക്ക് ചെന്നു. ടേബിളിൽ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. തനിക്ക് കഴിക്കാൻ പ്ലേറ്റിൽ വിളമ്പിയും വെച്ചിട്ടുണ്ട്. മീൻകറിയും വറുത്ത മീനും ഉപ്പേരിയും പപ്പടവും അച്ചാറും ഒക്കെയുണ്ട്. അവൻ ചിരിയോടെ ചെന്നിരുന്നു. പ്ലേറ്റിൽ നിന്ന് വാരി വായിലേക്ക് വെക്കുമ്പോഴാണ് അടുക്കള വാതിൽക്കൽ കൊലുസിൻ്റെ കിലുക്കം കേട്ടത്. മുഖം ചെരിച്ചവൻ അങ്ങോട്ട് നോക്കി. അതുവരെ ഹാളിലേക്ക് തലയിട്ട് നോക്കിയവൾ അകത്തേക്ക് ഉൾവലിഞ്ഞു. അവൻ അറിയാതെ ചിരിച്ചുപോയി. അവള് കഴിച്ചു ആവോ?
ചോറൂരുടെ വായിലേക്ക് വെക്കവേ അവൻ ഓർത്തു. വീണ്ടും അടുക്കള വാതിൽക്കലേക്ക് കണ്ണുപോയി. ധാവണിത്തുമ്പ് മാത്രം കാണാം അവിടെ. അവൻ വേഗം കഴിച്ച് കൈ കഴുകി ഒരിക്കൽ കൂടെ ഒളിഞ്ഞു നിൽക്കുന്നവളെ നോക്കി തിരിഞ്ഞു നടന്നു. അവൻ പോയതും അച്ചു ടേബിളിനടുത്തേക്ക് ചെന്നു. പാത്രം കൊണ്ട് അടുക്കളയിൽ കൊണ്ടുവച്ചു. ബദ്രി കഴിച്ചതിന് ശേഷം കഴിക്കാമെന്ന് കരുതിയിരുന്നതാണ്. അവൾ കഴിക്കാനിരുന്നു. കൈ ഒന്ന് പൊള്ളി. മീൻ വറുക്കുന്ന ചട്ടിയിൽ അറിയാതെ കൊണ്ടതാണ്. ഐസ് വെച്ച് നോക്കി, എങ്കിലും നീറ്റൽ മാറിയിട്ടില്ല. തൊലി പൊങ്ങി വന്നിട്ടുണ്ട്. അവൾ സ്പൂൺ എടുത്ത് കഴിക്കാനൊരുങ്ങി. വായിലേക്ക് വെച്ചില്ല. അപ്പോഴേക്കും കയ്യിലാരോ പിടിച്ചിരുന്നു. എന്തുപറ്റി? ബദ്രി അവളുടെ കയ്യിലേക്ക് നോക്കി. അവൻ്റെ സ്പർശനത്തിൽ അച്ചു ഇരുന്നെടുത്തുനിന്ന് ഒന്ന് എഴുന്നേറ്റു. ഓ, ഒന്ന് പൊള്ളിയതാ, അവൾ അവനെ നോക്കാതെ പറഞ്ഞു. എന്നിട്ടെന്താ അച്ചു നീ പറയാഞ്ഞേ? 3 വിരലുകളിലായി പൊള്ളിയിരിക്കുന്നത് കണ്ട് അവൻ വേദനയോടെ ചോദിച്ചു. കുഴപ്പമില്ല. അവളുടെ ശബ്ദം നേർത്തുപോയി. അവൻ അവളെ ഒന്ന് നോക്കിയ ശേഷം മുകളിലേക്ക് കയറിപ്പോയി. തിരിച്ചു വരുമ്പോൾ പുരട്ടാൻ ഓയിൽമെൻ്റ് ഉണ്ട് കയ്യിൽ. അവളെ പിടിച്ചിരുത്തി. പതിയെ പൊള്ളിയെടുത്ത് ഓയിൽമെൻ്റ് പുരട്ടി. തൊലി അനങ്ങിയിട്ടുണ്ട്. അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. ബദ്രി അവളുടെ മുഖത്തേക്ക് നോക്കി തന്നെ മുറിവിൽ മെല്ലെ ഊതി കൊടുത്തു. വീണ്ടും മരുന്ന് പുരട്ടി. ആ, വേദനിക്കുന്നു. അവൾ പിടഞ്ഞുകൊണ്ട് അവൻ്റെ ഷർട്ടിൽ ചുരുട്ടി പിടിച്ചു. കണ്ണുകൾ ഇറുക്കിയടച്ചു. ബദ്രി വിടർന്ന കണ്ണുകളോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ അവൾ പിടിച്ച കൈയിലേക്കും. എന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നി. വേഗം മാറും അച്ചുട്ടിയെ, വാത്സല്യത്തോടെ പറഞ്ഞതും കൊച്ചുകുട്ടികളെപ്പോലെ അവൾ തലയാട്ടി. അപ്പോഴും കണ്ണടച്ചു പിടിച്ചിരുന്നു. ബദ്രി ചിരിയോടെ അവളുടെ കവളിൽ ഒന്ന് തട്ടി. അവൾ ഞെട്ടി. ഒരു മുയൽക്കുഞ്ഞിനെ തോന്നി അവന്. കൊഞ്ചലൊഴിച്ചാൽ പഴയ അച്ചുവിൻ്റെ അതേ നിഷ്കളങ്കത. അവൻ ചോറെടുത്തു കൊണ്ടുവന്നു. അച്ചു അവനെ നോക്കിയിരിക്കുമായിരുന്നു. ഞാൻ വാരി തന്നാ കഴിക്കോ? അവളുടെ മിഴികളിലേക്ക് നോക്കി അവൻ ചോദിച്ചു. തല താഴ്ത്തിയിരുന്നു. അവൻ നിറഞ്ഞ ചിരിയോടെ അവളെ ഊട്ടി. അവളുടെ വയറും മനസ്സും നിറഞ്ഞു. വൈകിട്ട് മുറ്റത്ത് വളർന്നു നിൽക്കുന്ന ചെടികൾ നനയ്ക്കുകയായിരുന്നു ബദ്രി. അച്ചു പാറുക്കുട്ടിയെ മടിയിലിരുത്തി തിണ്ണയിലിരുന്ന് പൊടി കുറുക്കിയത് കൊടുക്കുന്നുണ്ട്. തന്നോളം വളർന്നു നിൽക്കുന്ന ചെമ്പരത്തി ചെടിയെ ഒന്ന് നോക്കിക്കൊണ്ട് ബദ്രി അച്ചുവിന് നേരെ തിരിഞ്ഞു. അവൾ അവനെ നോക്കുന്നുണ്ട്. അവൻ ചിരിയോടെ ഒരു പൂവ് പൊട്ടിച്ചു. അപ്പോഴാണ് മുറ്റത്തേക്ക് 2 ബൈക്ക് വന്ന് നിന്നത്. ഇച്ചുവും നൈഷുവും കുഞ്ഞും, ശങ്കറും അമ്മാളും. കയ്യിൽ ചെമ്പരത്തി പൂവും പിടിച്ചു നിൽക്കുന്ന ബദ്രിയെ കണ്ട് ഇച്ചു ശങ്കറിനെ നോക്കി. ഇതിപ്പോ കെട്ടിയോൾക്ക് ഭ്രാന്ത് മാറിയപ്പോൾ കെട്ടിയോനായോ? ശങ്കർ ചിരിയോടെ ചോദിച്ചു. അതിന് ഇവന് പണ്ടേ ഭ്രാന്തല്ലേ, ഒരു പ്രത്യേക തരം ഭ്രാന്ത്, ഇച്ചു കള്ളച്ചിരിയോടെ പറഞ്ഞു. ബദ്രി അവരെ 2 പേരെയും ഒന്ന് നോക്കിയ ശേഷം അച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ആ പൂവ് അവൾക്ക് നേരെ നീട്ടി. പൂവ് വാങ്ങച്ചു, കുസൃതി ചിരിയോടെ അവൻ പറഞ്ഞു. അച്ചു വിളറിക്കൊണ്ട് മറ്റുള്ളവരെ നോക്കി. അവൾ വിറക്കുന്ന കൈകളോടെ പൂ വാങ്ങിയതും കുറുമ്പി പാറുകുട്ടി അത് വാങ്ങി നേരെ വായിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങി. ബദ്രി ചെന്ന് കുൽസിന് നേരെ കൈ നീട്ടിയതും അവൾ നൈഷുവിൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ മേലേക്ക് ചാഞ്ഞു. എൻ്റെ കുൽസു പെണ്ണെ! ബദ്രി അവളെ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു. അവൾ ഉറക്കെ ചിരിച്ചു. അച്ചുവിന് ഞങ്ങളെ മനസ്സിലായോ? ശങ്കർ അവൾക്കടുത്തേക്ക് ചെന്നു. അച്ചു അവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. കണ്ണൻ്റെ ഫ്രണ്ട്സാണ്. അവളൊന്ന് ചിരിച്ചു. നൈഷുവും അമ്മാളവും അവൾക്കടുത്തേക്ക് വന്നിരുന്നു ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. അവൾക്ക് മുന്നിൽ അച്ചു ഒരു കൊച്ചുകുട്ടിയായിരുന്നു. അപ്പു രംഗത്ത് വന്നു. കാതുകുത്തിയോ മോൾക്ക്? ബദ്രി ചോദിച്ചു. ഇച്ചു ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് നൈഷുവിനെ നോക്കി പേടിപ്പിച്ചു. പാറക്കുട്ടിക്കും കാതു കുത്തണം കണ്ണേട്ടാ നമുക്ക്, അപ്പു പറഞ്ഞു. കുത്തണം. ബദ്രി നെടുവീർപ്പിട്ടു. രാത്രിയിലെ ഫുഡും കഴിച്ചാണ് എല്ലാവരും പോയത്. അച്ചുമ്മ, അമ്മാളു ചേച്ചിക്ക് കണ്ണേടനെ ഇഷ്ടമായിരുന്നു. രാത്രിയിൽ പാത്രം കഴുകി വെക്കുന്നേരം സ്ലാബിൽ കയറിയിരുന്ന സ്വകാര്യം പോലെ അപ്പു പറഞ്ഞത് കേട്ട് അച്ചു ഒന്ന് ഞെട്ടി. അരുതാതത് കേട്ട പോലെ അവളുടെ മുഖം വീർത്തു. അങ്ങേർക്കും ഇഷ്ടമായിരുന്നോ? അവൾ വിക്കിക്കൊണ്ട് ചോദിച്ചു. ഏയ്, കണ്ണേട്ടൻ അങ്ങനെ ഇല്ലായിരുന്നു. കണ്ണേട്ടന് അച്ചുമ്മയെ അല്ലേ ഇഷ്ടം. കണ്ണേട്ടൻ്റെ ജീവനാണ്, അപ്പു പറഞ്ഞു. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അതുപോലെ അമ്മാളു ചേച്ചിക്ക് കണ്ണേട്ടനെയും ജീവനായിരുന്നു. കണ്ണേട്ടന് അച്ചുമ്മയാണ് ഇഷ്ടമെന്ന് അറിഞ്ഞപ്പോഴേ അമ്മാളു ചേച്ചി പിന്മാറി കേട്ടോ. ഇപ്പോൾ ഞങ്ങളുടെ ശങ്കരനെയും കെട്ടി സുഖമായിട്ട് ജീവിക്കുന്നു. അച്ചു ഒന്ന് ചിരിച്ചു. എന്തിനോ അറിയില്ല.